കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ദുർഗ് ജയിലിൽ കഴിഞ്ഞ 9 ദിവസം കടന്നു. ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം മനുഷ്യക്കടത്തും മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളതാണ്. ഈ 2 സംഭവങ്ങൾക്കും തെളിവില്ല എന്നതാണ് ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത്. NIA കോടതിയിലാണ് ഇവരുടെ കേസ്. അപ്പോൾ ഈ കേസിൽ സ്വാഭാവികമായിട്ടും ഈ NIA കോടതിയിലേക്ക് പോകണമെങ്കിൽ രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഇവർ ഇടപെട്ടു എന്നുള്ളതാണ് NIA കോടതിയിലേക്കൊരു കേസ് വരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രസക്തി. ഈ 2 വകുപ്പുകൾ മാത്രമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നെങ്കിൽ അത് ഒരു NIA കോടതിയിലേക്ക് പോകേണ്ട ഒരു കേസാണോ? നമുക്കിപ്പോൾ ഈ രാജ്യത്ത് മധ്യപ്രദേശ് സർക്കാർ കൊണ്ടുവന്നിരുന്ന ഒരു മതപരിവർത്തന നിരോധന നിയമമുണ്ട്. അത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് തുടരുകയാണ്. മതപരിവർത്തന നിരോധന നിയമം എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കുന്നത് 13 സംസ്ഥാനങ്ങളിൽ അത്തരം നിയമം നിലവിലുണ്ടെന്നാണ്. കേരളത്തിൽ നിലവിലില്ല, പക്ഷേ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് പലപ്പോഴും പല കോൺഗ്രസ് ഭരണകൂടങ്ങളും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴ് ഛത്തീസ്ഗഡിൽ പഠിക്കുന്നത് BJP ആണ്. പിന്നെ ബജ്രംഗദൾ എന്ന് പറയുന്ന സംഘടന BJPയുടെ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയാണ്. അവരാണ് ഈ വിഷയം ഉന്നയിക്കുകയും ഇത് പ്രശ്നമാക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആസ്പെക്റ്റ് എന്താ പറയുക, ഈ നമ്മൾ ഈ പിന്നെ മതപരിവർത്തനം എന്ന് പറയുന്നത് വ്യാപകമായി നടക്കുന്നു എന്നുള്ളതും ആദിവാസികൾ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഫോഴ്സ്ഫുള്ളായി നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഉള്ള ഒരു പിന്നെ ആരോപണം, അത് ഒരു പുതിയ ആരോപണമല്ല, നേരത്തെ തുടരുന്ന ആരോപണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അക്കാര്യത്തിൽ കുറച്ചൊരു വ്യക്തതയുമുണ്ട്. കാരണം 2 വിധത്തിലാണല്ലോ ഇവിടെ ഈ സെമിറ്റിക് മതങ്ങൾ ആധിപത്യം ശ്രമിച്ചിരിക്കുന്നത്. മുസ്ലിംസ് ആയാലും മുസ്ലിം ക്രിസ്ത്യൻ മാത്രം നമ്മൾ എടുക്കുക. പക്ഷേ ലോകത്ത് ആദ്യം ബുദ്ധമതമാണ് ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു പരിവർത്തനം, മതപരിവർത്തനം എന്ന് പറയുന്നത് ബലമായി നടത്തിയത് ബുദ്ധമതമാണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മതമായിട്ട്, ഒരു സ്റ്റേറ്റ് മതമായിട്ട് ഇന്ത്യയിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത് അശോകനാണ്. ബുദ്ധമതത്തെ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് അതൊരു സംസ്ഥാന രാജ്യത്തിൻ്റെ മതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അങ്ങനെയാണ് പിന്നെ അത് ക്രമേണ ലോകമാകെ കീഴടക്കുകയും ചെയ്തൊരു മതമാണ് ബുദ്ധമതം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന മതങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ക്രിസ്തു മതവും ഇസ്ലാം മതവുമാണ്. അതിൽ ഇസ്ലാം മതം എന്ന് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, അവർ ഫോഴ്സ്ഫുൾ എന്ന് പറയുന്നത് അവർ ശക്തിയുടെയും ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് ഇങ്ങനെ ചെയ്തു വന്നിരുന്നത് എന്ന് വേണേൽ പറയാം. കാരണം അധികാരം പിന്നെ ഒരു മുസ്ലിം രാജവംശങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതും അവരുടെ ആക്രമണവും അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഇത് നടക്കും. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. മിഷണറി പ്രവർത്തനത്തിനായിട്ടുള്ളവർ പള്ളിക്കൂടവും സ്ഥാപിച്ചാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിക്കൂടം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പിന്നെ പിന്നോക്കമെന്ന് കരുതപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, അതിൽ ആദര ശുശ്രൂഷ വരും, സമർപ്പിത സേവനം വരും, ഇങ്ങനെ പലതും വരും. അങ്ങനെയാണ്. പക്ഷേ അടിസ്ഥാനപരമായൊരു ചോദ്യം അവിടെയൊക്കെ എപ്പോഴും ഉന്നയിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നതുമായൊരു കാര്യമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ ഇവരെ ഒരു വിഭാഗത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെന്ന് കരുതപ്പെടുന്നവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ആദിവാസികൾ, പിന്നോക്ക വിഭാഗക്കാർ, പട്ടികജാതി വർഗ്ഗക്കാർ, ദളിത് വിഭാഗക്കാർ, ഇങ്ങനെയൊക്കെ കരുതപ്പെടുന്നവരിലാണ് ഈ എന്താ പറയുന്നത്, അവരിലേക്ക് ഒരു വെളിച്ചം കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ആർക്കെങ്കിലും ഈ ഒരു മതമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നൊരു പ്രശ്നം അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അവശ ക്രൈസ്തവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ക്രൈസ്തവരുടെ കൂട്ടത്തിൽ അവശ ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഉണ്ടാകേണ്ട കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നല്ലോ, ഇതിൻ്റെ ഒരു പൊതു സ്വഭാവത്തെപ്പറ്റി പറഞ്ഞു വന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടും ഇത് പൊളിറ്റിക്കൽ വിഷയം ആണല്ലോ. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJP ഈ വിഷയം പെട്ടെന്ന് ഏറ്റെടുക്കേണ്ടി വന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സംഘപരിവാർപ്പെട്ട ഒരു സംഘടനയും BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ എടുക്കപ്പെട്ട ഒരു കേസാണെങ്കിൽ പോലും കേരളത്തിലാണ് അതിൻ്റെ അലയൊലികളുണ്ടായത്. ഛത്തീസ്ഗഡിലുണ്ട്, കോൺഗ്രസും ഒക്കെ ഉണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്. ഇതൊക്കെ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ പോലും ഇവിടെ കേരളത്തിലാണ് ഇതിൻ്റെ അലയൊലികൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ ഇവിടെ BJPക്ക് തന്നെ ആ വിഷയം ഒരു പ്രധാന വിഷയമായിട്ട് ഏറ്റെടുക്കേണ്ടി വരികയും അവർ നേതൃത്വം അവിടെ ഉടൻ പോവുകയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയോടൊക്കെ ഉള്ളവരുമായി ബന്ധപ്പെടുകയും ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ പിതാവ് തന്നെ, പാംപ്ലാനി പിതാവ്, അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും മറ്റ് പലരുടെയും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ടെങ്കിൽ അവരുടെ ഒരു സജീവമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയാണിത് എന്താ പറയുന്നത്, ഇവർ മോചിതരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിയമപ്രക്രിയയാണ്. അത് നമുക്ക് മനസ്സിലാകും. ഒരു സംശയമുണ്ട്. ഈ കേന്ദ്ര മന്ത്രിസഭയായാലും അമിത്ഷാ ആയാലും അവരിടപെട്ടിട്ടാണ് ഇതിന് സാധ്യതകളുണ്ടായത് എന്ന് പറയുന്നു.
സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്രം ഇങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ഉന്നയിച്ചിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ജാമ്യാപേക്ഷ എതിർത്തിട്ട് കോടതിയിൽ വാദിച്ചത്? ഇത് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾക്ക് രൂപപ്പെട്ടു വന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് ഒരു നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നതാണ് വസ്തുത. അത് നമുക്ക് പിന്നെ മാറ്റിവെച്ചൊരു കാര്യമില്ല. ഇവിടെ ഇപ്പം ഇടതുപക്ഷമായാലും പിന്നെ അല്ലെങ്കിൽ BJPയുടെ നിലപാട് മാറ്റം കേരളത്തിൽ നിന്നുള്ള പ്രതിഷേധം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. പക്ഷെ അവർക്ക് നിലപാട് മാറ്റം ഉണ്ടായെങ്കിൽ പോലും അതിവരുടെ ജാമ്യം കിട്ടുന്നതിലേക്ക് ഏത് വിധത്തിലാണ് അവർ ഇടപെട്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞ ജാമ്യം എന്ന് പറയുന്നത് ഒരു നിയമപ്രക്രിയയാണല്ലോ. അതൊരു രാഷ്ട്രീയ ഇടപെടലിലൂടെ നടത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി അല്ലല്ലോ ജുഡീഷ്യറിയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കേണ്ടത്. അതൊരു വസ്തുതയായി ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ബെയിൽ ഓർ ജയിൽ എന്ന് പറയുമ്പോൾ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ പൊതുവെ ബെയിൽ അല്ലെങ്കിൽ ജാമ്യമാണ്, ജയിലല്ല. ഒരു കുറ്റവാളി കോടതിയിൽ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ബെയിലാണ് ഇതിൻ്റെ പ്രൈം പരിഗണന എന്ന് പറയുന്നത്, ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത്, ജയിലല്ല. പക്ഷേ ചില സംഭവങ്ങളിൽ രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങളുള്ള ചില സംഭവങ്ങളിൽ ബെയിൽ കിട്ടുന്ന അനുസൃതമായി നീണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിയുകയും ചെയ്യും. അത് അങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവേ അങ്ങനെയല്ല കണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ ഇതൊരു കൃത്യമായ വസ്തുതയാണല്ലോ. രൂപപ്പെട്ടു വന്ന ഒരു കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഈ ജാമ്യം കൊടുക്കണ്ട എന്നൊരു സമീപനം ജാമ്യം കൊടുക്കാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ എതിർക്കണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളൂ സർക്കാർ. ഈ കേസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആവശ്യങ്ങൾ ജാമ്യാപേക്ഷ ആദ്യം എതിർന്നു, ഇപ്പോഴും എതിർത്തിരുന്നു. പക്ഷേ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കറിയാം എതിർപ്പിൻ്റെ സ്വഭാവം അനുസരിച്ചാണല്ലോ. എതിർപ്പിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ്. അതായത് നമ്മളൊരു കാര്യത്തെ രൂക്ഷമായി എതിർക്കുന്നതും നമ്മൾ അതല്ലാതെ എതിർക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കേസിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം ലഭിക്കരുത് എന്ന വിധത്തിൽ വാദിക്കുന്നത് പോലെയല്ല. അതൊരു എന്താ പറയുന്നത്, അതിനകത്തൊരു മയപ്പെടൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് കേസ് പിൻവലിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതിന് അവിടെ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഉന്നയിക്കപ്പെടുന്നത് പോലെ കേസ് പിൻവലിക്കപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ വ്യക്തമല്ല സത്യത്തിൽ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇവരിപ്പോൾ ഒരു കാര്യം നമുക്കറിയാം. അവർ പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നതല്ല, അവർ ക്രിസ്തു മതത്തിൽ തന്നെ വിശ്വസിക്കുന്നവരാണ് എന്നാണ് ആ പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വാദം. അതും നമുക്ക് വിശദമായിട്ട് അറിയില്ല. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്, ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. നമ്മൾ ആദിവാസികളടക്കമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ പിന്നോക്കമെന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങളിൽ നടക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ ഈ ആചാരങ്ങളിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരും ഗാന്ധിജി മുതൽ നാരായണ ഗുരു അടക്കം അയ്യങ്കാളി അടക്കം ഇവരാരും മതപരിവർത്തനത്തെ അനുകൂലിച്ചിരുന്നില്ല, സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഒരർത്ഥത്തിൽ. അപ്പോൾ പിന്നെ ഫോഴ്സ്ഫുൾ മതപരിവർത്തനത്തെ പറ്റി ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഈ ഭരണഘടനയും എന്താ പറയുന്നത് മതം പ്രചരിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഭരണഘടനയിൽ മതം വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും അനുവാദമുണ്ട്. പക്ഷേ ആ പ്രചരണം എന്ന് പറയുന്നത് പരിധി ലംഘിക്കാതിരിക്കാനുള്ള ചുമതല ഏവർക്കുമുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് ഈ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയായി എടുത്തിരിക്കുന്നവരാണ് അക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.